നമസ്കാരം. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്വന്തം അമ്മയെ മകൻ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയായിരുന്നു ഇന്നലെ പുറം ലോകം അറിഞ്ഞത്. ഈ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രതി ആഷിഖ് നേരത്തെ 2 തവണ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി താമരശ്ശേരി CI അറിയിച്ചിരുന്നു. പ്രതി ആഷിഖ് നേരത്തെ 2 തവണ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി താമരശ്ശേരി CI അറിയിച്ചു. പണത്തിനും സ്വത്തിനും വേണ്ടിയായിരുന്നു ഇതെല്ലാം. ആഷിഖ് അമ്മയോട് നിരന്തരം പണം ആവശ്യപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ പേരിലുള്ള സ്ഥലം വിൽക്കുവാനും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് അമ്മ വഴങ്ങിയില്ല. ഇതാണ് കൊലയ്ക്ക് പിന്നിലെ പ്രതികാരം എന്നാണ് സൂചന. അമ്മയെ കൊല്ലണമെന്ന് ചിലരോട് പറഞ്ഞിരുന്നതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൊലപാതക സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അമ്മയെ കൊലപ്പെടുത്തിയതിൽ യാതൊരു കുറ്റബോധമോ കൂസലോ ഇല്ലാതെയായിരുന്നു പ്രതിയുടെ പ്രതികരണം. വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും പ്രതിക്ക് ഒരു കുലുക്കവും ഇല്ലായിരുന്നു. ലഹരി ഉപയോഗം വൈദ്യപരിശോധനയിൽ തെളിയും. ജന്മം നൽകിയതിനുള്ള ശിക്ഷ നടപ്പാക്കി എന്നാണ് ഇന്നലെ കൊലപാതകത്തിന് ശേഷമുള്ള മകന്റെ പ്രതികരണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. താമരശ്ശേരി ഈങ്ങാപ്പുഴയ്ക്ക് സമീപം ചോയിയോട്ട് ഇന്നലെയാണ് നാടിനെ നടുക്കിയ ഈ ക്രൂര കൊലപാതകം നടക്കുന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടപ്പിലായിരുന്ന സുബൈദയെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ആയുധം വാങ്ങിയാണ് ആഷിഖ് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് ശേഷം വീട്ടിൽ ഒളിച്ചിരുന്ന ആഷിഖിനെ നാട്ടുകാരാണ് പോലീസിൽ ഏൽപ്പിച്ചത്. സുബൈദയുടെ സഹോദരി സക്കീനയുടെ ചോയിയോട്ടെ വീട്ടിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30-ക്കായിരുന്നു സംഭവം. മസ്തിഷ്ക അർബുദം ബാധിച്ച സുബൈദ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സഹോദരിയുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. അടുത്ത വീട്ടിൽ നിന്നും കൊടുവാള് ചോദിച്ചു വാങ്ങിയ ശേഷം വീട്ടിനകത്ത് കയറി സുബൈദയെ ആഷിഖ് വെട്ടിക്കൊല്ലുകയായിരുന്നു. കഴുത്തിന് പലതവണ മാരകമായ വെട്ടുകളേറ്റ സുബൈദ തൽക്ഷണം മരിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാര് പ്രതിയെ കെട്ടിയിട്ട് താമരശ്ശേരി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി സഹോദരിക്കൊപ്പമാണ് സുബൈദയും മകൻ ആഷിഖും കഴിയുന്നത്. +2-ന് ശേഷം ഓട്ടോമൊബൈൽ കോഴ്സ് പഠിക്കാൻ ആഷിഖിനെ ചേർത്തിരുന്നു. കോളേജിൽ ചേർന്ന ശേഷം ആഷിഖ് മയക്കുമരുന്നിന് അടിമയായി. അന്നു മുതൽ സുബൈദയ്ക്ക് പ്രതിസന്ധിയും തുടങ്ങി. മയക്കുമരുന്നിന് അടിമയായ ആഷിഖ് ഇടയ്ക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഒരു തവണ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഡി-അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയിൽ കഴിഞ്ഞു. ഒരാഴ്ച മുമ്പ് ബംഗളൂരുവിൽ നിന്നെത്തിയ ആഷിഖ് 4 ദിവസം മുമ്പ് കൂട്ടുകാർക്കൊപ്പം പുറത്തു പോയിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയാണ് മടങ്ങിയെത്തിയത്. ഈ ഘട്ടത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ശനിയാഴ്ച സക്കീന ജോലിക്കായി പുറത്തുപോയി. ആ സമയത്തായിരുന്നു കൊല നടത്തിയത്.